അരവിന്ദ് കെജ്രിവാൾ അവിടെ ശക്തനായി ഡൽഹിയിൽ, അതായത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്, ആ സർക്കാരിന്, അതിനെ നയിക്കുന്ന പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കുന്ന, ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നു. എന്താണ്? പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ട ചില ഇടപെടലുകളും നീക്കങ്ങളും നടത്തി, ഒരുമിച്ച് മത്സരിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞു. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അദ്ദേഹം പലതരത്തിൽ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കി, ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയെല്ലാം അദ്ദേഹം ആരാഞ്ഞു. പക്ഷേ അതൊന്നും നടപ്പായില്ല. ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് ഈ അന്വേഷണം എന്നത് എവിടെയെങ്കിലും എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന ആവശ്യം പോലും എവിടെയെങ്കിലും എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ അല്ല ഇതിൻ്റെ തലച്ചോറിരിക്കുന്നത് എന്നതാ പ്രശ്നം. ഇപ്പോൾ ഏതെങ്കിലും 4 ഉദ്യോഗസ്ഥരുടെ ആലോചനയിൽ പിറന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഈ അന്വേഷണം എവിടെ വരെ പോകും, എവിടെ വരെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരാവശ്യവുമില്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ പിടിച്ച് അകത്തിട്ട ഒരു കേസിൽ അന്വേഷണം എവിടെ വരെ പോകും? എങ്ങും പോകാൻ പോകുന്നില്ല. അത് കോടതി ഇത്തരത്തിൽ ആവശ്യപ്പെട്ടാലും ആ അന്വേഷണം ഒരു പരിധിയിൽ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് താല്പര്യങ്ങളുടേതാണ്. ഇത് അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏത് മുഖ്യമന്ത്രിമാരെ വേണമെങ്കിലും, ഏത് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ വേണമെങ്കിലും ഇങ്ങനെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പോളിസിയുടെയൊക്കെ പേരിൽ വേണമെങ്കിൽ പിടിച്ചകത്താം. ഇവിടെ ഓരോ സംസ്ഥാനങ്ങളും, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ച് ആരെ വേണമെങ്കിലും പിടിച്ചകത്തിടാം. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. 6, 7, 8 മാസം കഴിഞ്ഞ്, ചിലപ്പോൾ 2, 2.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി കേസ് നടത്തി ഇതുപോലെ മൈക്കിന് മുന്നിൽ വന്ന് പൊട്ടിക്കരയാം.